ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ ഒരു യുവാവ് തൻ്റെ ജന്മദിനത്തിൽ അവൻ്റെ അമ്മയുടെ അരികിൽ ചെന്ന് പറഞ്ഞു, അമ്മേ, ഈ ജന്മദിനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചുവന്ന ബൈക്ക് എനിക്ക് വാങ്ങിത്തരണം. വളരെ ഈശ്വരഭക്തിയായിരുന്ന ആ സ്ത്രീ അവനോട് ചോദിച്ചു, കഴിഞ്ഞൊരു വർഷത്തെ നിന്റെ ജീവിതം എപ്രകാരമായിരുന്നു? ഒരു ബൈക്ക് ലഭിക്കാൻ മാത്രം നീ അർഹനാണോ? അങ്ങനെയെങ്കിൽ നീ നിന്റെ മുറിയിൽ ചെന്ന് ദൈവത്തിന് ഒരു കത്തെഴുതുക. അമ്മ പറഞ്ഞത് കേട്ട് അവൻ തൻ്റെ മുറിയിൽ ചെന്ന് ഒരു പേനയും പേപ്പറും എടുത്ത് ഇങ്ങനെ എഴുതി, എൻ്റെ ദൈവമേ, കഴിഞ്ഞൊരു വർഷം ഞാൻ നല്ലവനായി ജീവിച്ചു. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചുവന്ന ബൈക്ക് എനിക്ക് ലഭിക്കണം. അവൻ എഴുതിയത് അവൻ ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് അവൻ അത് കീറിക്കളഞ്ഞു. കാരണം അവന് മനസ്സിലായി അവൻ എഴുതിയത് നുണയാണെന്ന്. വീണ്ടും ഒരു പേപ്പർ എടുത്ത് അവൻ ഇങ്ങനെ എഴുതി, എൻ്റെ ദൈവമേ, വരും വർഷം ഞാൻ നല്ലവനായി ജീവിച്ചു കൊള്ളാം. എൻ്റെ ആഗ്രഹമായ ആ ചുവന്ന ബൈക്ക് എനിക്ക് ലഭിക്കണം. അവൻ ഒരിക്കൽ കൂടി അത് വായിച്ചു നോക്കി. വീണ്ടും അവൻ എഴുതിയത് അവൻ കീറിക്കളഞ്ഞു. മൂന്നാമത് അവൻ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ എഴുതി, എൻ്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ബലഹീനതകളും കുറവുകളും പോരായ്മകളും ഞാൻ അറിയുന്നു. എത്രമാത്രം നല്ലവനായി വരും വർഷം ജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങയോട് ഏറ്റുപറയുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചുവന്ന ബൈക്ക് എനിക്ക് ലഭിക്കണം. പ്രിയമുള്ളവരെ, ഈ കഥയിലെ യുവാവിനെ പോലെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ പിടിവാശിയോടുകൂടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? വിശുദ്ധ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് എന്ന്. ഈ നോമ്പുകാലത്തിൽ നമ്മുടെ മനസാക്ഷിയെ നമുക്ക് നവീകരിക്കാം. നമ്മുടെ മനസാക്ഷിയെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിന് പ്രീതികരമായവ ആണോ? എൻ്റെയും അപരൻ്റെയും ജീവിതത്തിൽ നന്മയായി ഭവിക്കുന്നവ ചോദിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനയുടെ ഫലം ഈ നോമ്പുകാലത്തിൽ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നന്ദി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മുടെ വിശുദ്ധ മരിയ ഗൊരെറ്റിയാണ്. ലൈംഗിക വിശുദ്ധിക്കെതിരായ തിന്മകൾ വർദ്ധിച്ച ഈ കാലത്തിന് വലിയൊരു പാഠമാണ് മരിയ. ലൂയിജിയുടെയും അസൂന്തയുടെയും 7 മക്കളിൽ ഒരുവളായി 1890 മരിയ ജനിച്ചു. പാവപ്പെട്ട കുടുംബമായിരുന്നു എങ്കിലും വലിയ ദൈവഭക്തിയിലും സ്നേഹത്തിലുമാണ് അവർ മക്കളെ വളർത്തിയത്. ജോലിയിലെ കഷ്ടപ്പാടും കഠിനാധ്വാനവും കാരണം മരിയയുടെ പിതാവായ ലൂയിജി അവളുടെ 10ാം വയസ്സിൽ നിത്യസമ്മാനത്തിന് യാത്രയായി. അമ്മയായ അസൂന്ത വീട്ടിലെയും ജോലിസ്ഥലത്തെയും കാര്യങ്ങൾ നിയന്ത്രിക്കാനാവാതെ കഷ്ടപ്പെട്ടു. തങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന അടുത്ത വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന മദ്യപാനിയായ ജിയോവാനിയും മകൻ അലക്സാണ്ടറും അവർക്ക് ശല്യമകാൻ തുടങ്ങിയിരുന്നു. ഈശോയെ സ്വീകരിക്കാൻ ഏറെ കൊതിച്ചിരുന്ന മരിയ തൻ്റെ 11ാം വയസ്സിൽ ഏറ്റവും മനോഹരമായി ഒരുങ്ങി കുർബാന സ്വീകരിച്ചു. ഉള്ളിൽ വന്ന ഈശോയെ വേദനിപ്പിക്കുന്നതിനു മുന്നേ മരിക്കണമെന്ന് അവൾ തീരുമാനമെടുത്തിരുന്നു. ഒരിക്കൽ മറ്റാരും വീട്ടിലില്ലായിരുന്നപ്പോൾ അശ്ലീലത്തിനും താന്തോന്ന തരത്തിലും മുങ്ങി ജീവിച്ച അലക്സാണ്ടർ പാപം ചെയ്യാൻ മരിയയെ നിർബന്ധിക്കുന്നു. അവൾ അതിന് സമ്മതിക്കുന്നില്ല. ശ്രമം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ അവൻ അവളെ 14 കുത്തുകൾ കടാരയ്ക്ക് കുത്തുന്നു. അവളെ കണ്ട എല്ലാവരും അവളുടെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചു. ഒരു രക്തസാക്ഷിയുടെ ധീരതയോടെ ആ സഹനങ്ങളെല്ലാം ഘാതകനായ അലക്സാണ്ടറിനു വേണ്ടി സമർപ്പിച്ചു. അവനോട് പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്തു. വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കാൻ നമുക്ക് മരിയയോട് പ്രാർത്ഥിക്കാം.